ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു വെള്ളച്ചാട്ടത്തെക്കുറിച്ചാണ്. ഇത് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരിൽ നിന്ന് 3-4 കിലോമീറ്റർ അകലെയുള്ള ഒരു വെള്ളച്ചാട്ടത്തെക്കുറിച്ചാണ് ഈ പറയപ്പെടുന്നത്. ഈ വെള്ളച്ചാട്ടങ്ങൾ പ്രകൃതിയുടെ ഒരു വലിയ അത്ഭുതം തന്നെയാണ്. അവ രൂപപ്പെടുന്ന വിവിധ വലിപ്പത്തിലുള്ള പാറകൾ താഴേക്ക് പതിക്കുകയും ചെയ്യുന്നു. ചിലത് വലുതും അതിശയകരമായ വിധം ആശ്വാസകരമായ ഒരു കാഴ്ച വാഗ്ദാനം ചെയ്യുന്നു. എന്നിരുന്നാലും ചെറിയ വെള്ളച്ചാട്ടങ്ങളും ഉണ്ട്. അത് ഒരുപോലെ അതിശയിപ്പിക്കുന്ന നിങ്ങൾ അവയുടെ സമീപത്തായിരിക്കുമ്പോൾ തികച്ചും വ്യത്യസ്തമായ അനുഭവം നൽകുന്നതുമാണ്. തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ ജില്ലയിലെ മീൻമുട്ടി വെള്ളച്ചാട്ടം അത്തരത്തിലുള്ള ഒരു സാന്നിധ്യമാണ്. ഇടതൂർന്ന നിത്യഹരിതമായ ഒരു വെള്ളച്ചാട്ടമാണ് ഈ സൈറ്റിലെത്തുന്നവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. ഈ പ്രദേശത്തെ സവിശേഷമായ അപൂർവ സസ്യജന്തുജാലങ്ങളുടെ കാഴ്ചകളും നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നതാണ്. അതിശയകരമായ പശ്ചിമഘട്ടത്തിൻ്റെ ശാന്തത വെള്ളച്ചാട്ടത്തിന് ചുറ്റുമുള്ള ഓരോ കോണിലും കാണാനും അനുഭവിക്കാനും കഴിയും. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കായി വെള്ളച്ചാട്ടത്തിൻ്റെ ചുറ്റുപാടുകളുടെ മനോഹരമായ കാഴ്ച പ്രദാനം ചെയ്യുന്നു മീൻമുട്ടി വെള്ളച്ചാട്ടം. മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൽ എത്താൻ വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് കിളിമാനൂർ വന്നിട്ട് അവിടെ നിന്ന് 3-4 കിലോമീറ്റർ അകലെയാണ് ഈ മീൻമുട്ടി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. വെള്ളച്ചാട്ടത്തിലേക്ക് 5 കിലോമീറ്റർ കിളിമാനൂരിൽ നിന്ന് കാൽനട യാത്ര അനുഭവത്തിൻ്റെ ഹൈലൈറ്റുകളിൽ ഒന്നാണ്. ഈ യാത്ര പുറപ്പെടാൻ എല്ലാവരും ഒന്ന് വന്ന് കണ്ടു നോക്കിയാൽ നിങ്ങളുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള എല്ലാ ടെൻഷനും എല്ലാം മാറുന്നതാണ്. അത്രയ്ക്ക് മനോഹരമാണ് ഈ തിരുവനന്തപുരം കിളിമാനൂർ ജില്ലയിലെ ഈ മീൻമുട്ടി വെള്ളച്ചാട്ടം എന്ന് പറയപ്പെടുന്നത്. കിളിമാനൂരിൽ വന്നിട്ട് ആരോട് ചോദിച്ചാലും ഈ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലേക്ക് എത്താനുള്ള വഴി പറഞ്ഞു തരുന്നതാണ്. കാൽനടയായിട്ട് യാത്ര ചെയ്യുന്നവർക്ക് കിളിമാനൂർ വന്നിട്ട് അവിടെ നിന്ന് കാൽനടയായിട്ട് 3-4-5 കിലോമീറ്ററിന് അകത്തേ ഉള്ളൂ. നല്ല രസമാണ് ഈ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ. പാറകൾക്കിടയിലൂടെ ഈ വെള്ളങ്ങൾ ഒഴുകി തഴുകി പോണത് കാണാൻ എന്ത് മനോഹര ദൃശ്യഭംഗിയാണ് നൽകുന്നത്. ഇത്രയും മനോഹരമായ ദൃശ്യഭംഗിയുള്ള ഈ മീൻമുട്ടി വെള്ളച്ചാട്ടം കാണാൻ നിങ്ങളാരും മറന്നു പോകരുത്. അത്രയ്ക്ക് അതിമനോഹരമായ കാഴ്ചയാണ് ഈ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൽ നിങ്ങൾക്കായിട്ട് ഒരുങ്ങിയിരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ മനസ്സിൽ നിന്ന് നല്ല കുളിർമയും സന്തോഷവും സമാധാനവുമാണ് പ്രദാനം ചെയ്യുന്നത്. സമതല പ്രദേശത്തിലൂടെ ഒഴുകുന്ന നദി കുന്നിൻ പ്രദേശങ്ങളുടെ ചെങ്കുത്തായ ഭാഗങ്ങളിലെത്തുമ്പോൾ കുത്തനെ താഴേക്ക് പതിക്കുന്നു. നദീജലത്തിൻ്റെ ഈ ഒഴുക്കിനെയാണ് വെള്ളച്ചാട്ടം അഥവാ ജലപാതം, ഇംഗ്ലീഷിൽ വാട്ടർഫാൾ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു നദിയുടെ ഉത്ഭവത്തിനടുത്തായിട്ടായിരിക്കും സാധാരണ വെള്ളച്ചാട്ടങ്ങൾ കാണപ്പെടുന്നത്. ജലപ്രണാളി എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരളവ് വെള്ളം ഇടുങ്ങിയ വഴിയിലൂടെ വന്ന് ശക്തിയായിട്ട് പതിച്ച് രൂപം കൊള്ളുന്നതാണ് ഇവ. വീശറി വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ജലം പതിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു വീശറിയുടെ ആകൃതിയിൽ വിസ്തൃതി പ്രാപിക്കുന്ന വെള്ളച്ചാട്ടങ്ങളാണ് വീശറി വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. തണുത്തുറഞ്ഞ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ജലത്തിൽ ഐസിൻ്റെ അംശമുള്ള വെള്ളച്ചാട്ടങ്ങളാണിവ. ചിലപ്പോൾ വെള്ളച്ചാട്ടം മൊത്തമായിട്ട് ഐസായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു വെള്ളച്ചാട്ടമാണ് നയാഗ്ര വെള്ളച്ചാട്ടം. കണ്ടക വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ജലം താഴേക്ക് പതിക്കുന്നതിനോടൊപ്പം പിരിഞ്ഞ് വിവിധ ദിശകളിലേക്ക് പോകുന്ന തരം വെള്ളച്ചാട്ടമാണ് ഇവ. തട്ടുകളായിട്ടുള്ള വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ഒരു തട്ടിൽ നിന്ന് മറ്റൊരു തട്ടിലേക്ക് തുടർച്ചയായിട്ട് ജലം പതിച്ച് രൂപപ്പെടുന്ന വെള്ളച്ചാട്ടങ്ങളെയാണ് തട്ടുകളായിട്ടുള്ള വെള്ളച്ചാട്ടം എന്ന് പറയപ്പെടുന്നത്. ഏറ്റവും പ്രശസ്തമായ ഒരു വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് വെനിസ്വേലയുടെ ഏഞ്ചൽ വെള്ളച്ചാട്ടം എന്ന് പറയുന്നതാണ് ഏറ്റവും ലോകപ്രശസ്തമായ ഒരു വെള്ളച്ചാട്ടം. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള 979 മീറ്റർ അടിയാണ് ഈ വെനസ്വേലയിലെ ഏഞ്ചൽ വെള്ളച്ചാട്ടത്തിൽ ഉള്ളത്. ഇറ്റലിയിലെ കാസ്പ്യാറ്റ ഡെല്ലോ മർമോ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള മനുഷ്യനിർമ്മിത വെള്ളച്ചാട്ടം കൂടിയാണ്.
നിങ്ങൾ ഉറപ്പായും കണ്ടിരിക്കേണ്ട ഒരു വെള്ളച്ചാട്ടം തന്നെയാണ് കിളിമാനൂരിലെ മീൻമുട്ടി വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഓക്കെ, ബായ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.